ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് നിർമ്മലമായ പ്രകൃതിക്കായി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന മണ്ണ് മണൽ മണ്ണ്. ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന മണ്ണ് മണൽ മണ്ണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്നതെന്ത്? അൾട്രാവയലറ്റ് രശ്മികൾ. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാവയലറ്റ് രശ്മികൾ. ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെ? മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. കാർബൺ മോണോക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങളാണ്: മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് സ്വതന്ത്രമാക്കുന്ന വാതകമേത്? ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് സ്വതന്ത്രമാക്കുന്ന വാതകമാണ് ഓക്സിജൻ. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. ഈ പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. ഇനി മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? 1. ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം. 2. ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം. 3. ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം, ജലലഭ്യത. അപ്പോൾ മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണങ്ങളാണ് ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം, ജലലഭ്യത. ഡയേറിയ പകരുന്ന രീതി ഏത്? കുടിവെള്ളത്തിലൂടെ. ഡയേറിയ പകരുന്നത് കുടിവെള്ളത്തിലൂടെ. ടൈഫോയിഡ് പകരുന്ന രീതി കുടിവെള്ളത്തിലൂടെ. ടൈഫോയിഡ് പകരുന്ന രീതി കുടിവെള്ളത്തിലൂടെ. അപ്പോൾ ഡയേറിയയും ടൈഫോയിഡും പകരുന്നത് കുടിവെള്ളത്തിലൂടെ. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലെ വാതകമേത്? കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലെ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്നതും അമ്ലമഴയ്ക്ക് കാരണമാകുന്നതുമായ വാതകമാണ് നൈട്രജൻ ഓക്സൈഡുകൾ. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്നതും അമ്ലമഴയ്ക്ക് കാരണമാകുന്നതുമായ വാതകമാണ് നൈട്രജൻ ഓക്സൈഡുകൾ. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമായ വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ വായുവിൻ്റെ ഘടകങ്ങളിൽ ശരിയായ പ്രസ്താവനകളാണ്. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ എത്ര ശതമാനമാണ്? 78%. നൈട്രജൻ 78%. ഓക്സിജൻ 20.9%. ഓക്സിജൻ 20.9%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. അപ്പോൾ അന്തരീക്ഷ വായുവിലുള്ള നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? കൊയാഗുലേഷൻ. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൊയാഗുലേഷൻ. ജലം വായുവുമായി കലർത്തി ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമേത്? എയറേഷൻ. ജലം വായുവുമായി കലർത്തി ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് എയറേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിൽട്രേഷൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൊയാഗുലേഷൻ. ജലം വായുവുമായി കലർത്തി ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനം എയറേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിടുന്ന പ്രക്രിയ ക്ലാരിഫ്ലോക്കുലേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിൽട്രേഷൻ. ഇനി കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡിസെൻട്രി, കോളറ, മഞ്ഞപ്പിത്തം.
കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിസെൻട്രി, കോളറ, മഞ്ഞപ്പിത്തം, ഡയേറിയ, ടൈഫോയിഡ് തുടങ്ങിയവ. അപ്പോൾ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിസെൻട്രി, കോളറ, മഞ്ഞപ്പിത്തം, ഡയേറിയ തുടങ്ങിയവയാണ്. കൊയാഗുലേഷൻ പ്രക്രിയയിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ചേർക്കുന്നത് എന്താണ്? ആലം. കൊയാഗുലേഷൻ പ്രക്രിയയിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ചേർക്കുന്നത് ആലം. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH ക്രമീകരിക്കാൻ ചേർക്കുന്നത് കുമ്മായം. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH ക്രമീകരിക്കാൻ ചേർക്കുന്നത് കുമ്മായം. അപ്പോൾ കൊയാഗുലേഷൻ പ്രക്രിയയിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ചേർക്കുന്നത് ആലം. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH ക്രമീകരിക്കാൻ ചേർക്കുന്നത് കുമ്മായം. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്ന പ്രവർത്തനമാണ് ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്ന പ്രവർത്തനമാണ് ക്ലോറിനേഷൻ. ശുദ്ധീകരിച്ച ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്ന പ്രവർത്തനമാണ് സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്ന പ്രവർത്തനമാണ് സംഭരണം. അപ്പോൾ ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്ന പ്രവർത്തനമാണ് ക്ലോറിനേഷൻ. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്ന പ്രവർത്തനമാണ് സംഭരണം. ഇനി ഡയേറിയ എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഈ കോളിയാണ്. ഡയേറിയ എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഈ കോളിയാണ്. ഫാക്ടറികളിൽ നിന്നും വരുന്ന ഏതു വാതകമാണ് കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നത്? സൾഫർ ഡയോക്സൈഡ്. ഫാക്ടറികളിൽ നിന്നും വരുന്ന ഏതു വാതകമാണ് കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നത്? സൾഫർ ഡയോക്സൈഡ്. ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ച് ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്. ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ മണ്ണ് നിറച്ച് ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്. ദേശീയ ജലദിനം എന്നാണ്? ഏപ്രിൽ 14. ദേശീയ ജലദിനം ഏപ്രിൽ 14. ലോക ജലദിനമാണ് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22 ദേശീയ ജലദിനം ഏപ്രിൽ 14. ഇനി ഓരോ വാതകവും അതിൻ്റെ സ്രോതസ്സും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ നമുക്കൊന്ന് ചാർട്ടായിട്ട് നോക്കാം. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ സ്രോതസ് എവിടെയാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളാണ്. ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. അടുത്തത് കാർബൺ ഡയോക്സൈഡാണ്. ഇതിൻ്റെ സ്രോതസ് വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോഴാണ്. കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്നൊക്കെയാണ്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ. ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്നു. കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഇനി സൾഫർ ഡയോക്സൈഡ്. അതിൻ്റെ സ്രോതസ് ഫാക്ടറികളിൽ നിന്നാണ്. കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനി നൈട്രജൻ്റെ ഓക്സൈഡുകൾ. അത് വരുന്നത് എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും. അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. അതിൻ്റെ സ്രോതസ് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ്. ഇനി നൈട്രജൻ്റെ അന്തരീക്ഷത്തിലെ എത്ര ശതമാനമാണെന്ന് നമ്മൾ പറഞ്ഞു? 78%. നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റുള്ളവ 1.07%. ഇനി ജലശുദ്ധീകരണങ്ങളിൽ നടക്കുന്ന ഘട്ടങ്ങൾ 6 ഘട്ടമായിട്ടാണ് ജലശുദ്ധീകരണം നടക്കുന്നത്. അപ്പോൾ അതിൽ ഘട്ടം 1 നടക്കുന്നത് എയറേഷനാണ്. എയറേഷൻ ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഇപ്പോൾ ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഘട്ടമാണ് 1ാം ഘട്ടം, എയറേഷൻ. അടുത്ത 2ാമത്തെ ഘട്ടമാണ് കൊയാഗുലേഷൻ. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിനു വേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയുന്നു. pH ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. നമ്മൾ പറഞ്ഞതാണ് കൊയാഗുലേഷൻ. അപ്പോൾ അതെവിടെ വരുന്നു? 2ാമത്തെ ഘട്ടത്തിൽ.
മൂന്നാം ഘട്ടം ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുന്നു. ക്ലാരിഫ്ലോക്കുലേഷനിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുന്നത്. ഇനി നാലാം ഘട്ടം ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്ററിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഘട്ടമാണ് ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. ഇനി ആറാം ഘട്ടം, അവസാന ഘട്ടമാണ് എന്ത്? സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. അപ്പോൾ എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലോക്കുലേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, സംഭരണം. ഇത്രയാണ് 6 ഘട്ടങ്ങൾ. ഇനി മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെ ചെയ്യാം? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കൽ, ജൈവമാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കൽ, വീണ്ടും ഉപയോഗിക്കൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെ ചെയ്യാം? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കൽ, ജൈവമാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കൽ, വീണ്ടും ഉപയോഗിക്കൽ. ഇനി നമുക്ക് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. 96.5% എന്താണ്? സമുദ്രജലമാണ്. അപ്പോൾ സമുദ്രജലത്തിൻ്റെ ശതമാനം എത്രയാണ്? 96.5%. മഞ്ഞുപാളി 1.7%. ഭൂഗർഭജലം 1.69%. അപ്പോൾ സമുദ്രജലം എത്രയാണെന്ന് ചോദിക്കും. 96.5% എന്താണ്? സമുദ്രജലമാണ്. ഇനി ജലത്തിൻ്റെ ഗുണനിലവാരം ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. അതായത് ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? 7 ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് എത്ര pH ഉള്ള വെള്ളമാണ്? 6.5 മുതൽ 7.5 വരെ pH ഉള്ള വെള്ളമാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.